ചിലരൊക്കെ ഇപ്പോൾ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഒരു വിവാദ പരാമർശമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ഒരു പള്ളിയിലച്ഛനാണത് പറയുന്നത്. അത് വിവാദമാവുന്നുമുണ്ട്. ചേട്ടൻ കേട്ടിരുന്നു ആ പ്രസംഗം? അല്ല, വെറും ഒരു പള്ളിയിലച്ഛനല്ല, അവരുടെ സമുദായത്തിൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരു അച്ഛനാണ്. കത്തോലിക്ക സഭയുടെ അറിയപ്പെടുന്ന ഒരു അച്ഛനാണ്. ഫാദർ മാർ ജോസഫ് പാംപ്ലാനി എന്നാണ് ആ അച്ഛൻ്റെ പേര്. ഈ അച്ഛൻ പറഞ്ഞത് ഒന്ന് രണ്ട് പോയിന്റുകളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ പിന്നാലെ നമുക്ക് പറയാം. അദ്ദേഹം പറഞ്ഞത് 18-ാം വയസ്സിൽ മുതൽ തന്നെ ആൺകുട്ടികൾ പ്രണയിക്കണം. ആൺകുട്ടികളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആൺകുട്ടികൾ പ്രണയിക്കണം. പിന്നീട് 25-ാം വയസ്സിൽ ഈ ആൺകുട്ടികൾ ആ പ്രണയിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സമുദായത്തിൽ അംഗങ്ങൾ കുറവാണ്, പഴയതുപോലെയല്ല. ഇത് പറയുമ്പോൾ നമ്മൾ ഇത്രയും വെള്ളാപ്പള്ളിയെ നമ്മൾ ഓർമ്മിക്കണം. അതിന് വെള്ളാപ്പള്ളി പറഞ്ഞു ഇനി അങ്ങോട്ട് പോകുന്തോറും മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രമാകും, ഇവിടുത്തെ വീടുകളിലെല്ലാം തന്നെ അവരുടെയൊക്കെ കുട്ടികളെ കൊണ്ട് നിറയും എന്നൊക്കെ അദ്ദേഹം വിവാദ പരാമർശം ഇന്നും അദ്ദേഹം വേറെയും പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കുന്ന സ്കൂളുകളുടെ 4/1 ഈഴവ സമുദായത്തിന് അനുവദിക്കുന്നില്ല. ഇതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തെറ്റായി എടുക്കുന്നു. ഇത്രയും ഒരു പരമപോക്രി പ്രതിപക്ഷ നേതാവ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് വി.ഡി. സതീശനെയും അദ്ദേഹം തെറിവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൽ 1-2 കാര്യങ്ങൾ, ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് യോജിപ്പുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ വിദേശത്ത് പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇവിടെ. അത് ഇവിടെ ഒരു സുരക്ഷയില്ല. ഒന്നാമത് വിദ്യാഭ്യാസത്തിന് വേണ്ട രീതിയിലുള്ള, ഇപ്പം നമ്മൾ കണ്ടതാണ് കീം എക്സാം റിസൾട്ടൊക്കെ വന്ന സമയത്ത് ഉള്ള ഈ ഒരു വിഭാഗീയതയും വ്യത്യാസങ്ങളൊക്കെ, ഇതൊക്കെ കുട്ടികളെ ബാധിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനേ നോക്കൂ. അതുപോലെ കേരള സർവകലാശാലയിൽ നടത്തിയ ഉന്തും തള്ളും, ഇങ്ങനെ രാഷ്ട്രീയം വിദ്യാഭ്യാസ മേഖലയിൽ കുത്തിക്കയറ്റുമ്പോൾ അതിൻ്റെതായ പ്രശ്നമുണ്ടെന്ന് അന്നും പ്രതിപക്ഷം പറഞ്ഞത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞതാണ്. ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്, അതും കാണേണ്ടതാണ്. അല്ല, ഇതിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ആരും തന്നെ ഇവിടെ ഇല്ല. അച്ഛൻ പറഞ്ഞ ഒരു വാചകമാണ്, നമ്മുടെ കുട്ടികൾ ആരും തന്നെ ഇവിടെ ഇല്ല, എല്ലാവരും വിദേശത്താണ്, നമുക്ക് ഇപ്പോൾ ജനസംഖ്യ കുറവാണ്. അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ്. അതാണ് നമ്മളിവിടെ പെട്ടെന്ന് വെള്ളാപ്പള്ളിയിലേക്ക് പോയത്. ഇപ്പോൾ ഇവർക്കൊക്കെ തന്നെ അവരുടെ ന്യൂനപക്ഷങ്ങളുടെ ഇത് കുറവ്, ന്യൂനപക്ഷ പ്രീണനം ഇവിടെ കിട്ടുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനൊരു പ്രാധാന്യമുണ്ടായിരുന്നു, ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിന് ഇപ്പോൾ പ്രാധാന്യമില്ല എന്നൊക്കെ തന്നെയാണ് ഈ അച്ഛന്മാർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മറ്റൊരച്ഛൻ സംസാരിച്ചത് ഓർമ്മയില്ലേ? വേറെ കത്തോലിക്ക സഭയുടെ കെ എം മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി തിരികെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ തന്നെ സഭയുടെ മാണി പുതിയടത്ത് എന്ന് പറഞ്ഞ അച്ഛൻ പറയുന്നു, ഈ പറയുന്ന രീതിയിൽ കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പ് എന്തിന് ഈ പറയുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്നു, അവരുടെ പ്രത്യയശാസ്ത്രവും ഇവരുടെ പ്രത്യയശാസ്ത്രവും വേറെയല്ലേ, നമ്മുടേതല്ലല്ലോ ഇവരെന്തിന് പിന്നെ അവിടെ പോയി നിൽക്കുന്നു, നമ്മുടെ ആൾക്കാരെ നോക്കണ്ടേ. അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു സ്വാർത്ഥത വല്ലാതെ അവരെയൊക്കെ തന്നെ പിടികൂടുന്നുണ്ട് അല്ലേ? പേരിൽ മാത്രമേ ഉള്ളൂ 21-ാം നൂറ്റാണ്ട്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറച്ചില്ല. ഇപ്പോഴും ജാതിയും മതവും പറഞ്ഞാണ് തമ്മിലടി. അല്ല, നമ്മളത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ചളിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? ഈ മരണപ്പെട്ട ബഹുമാനപ്പെട്ട വി.എസ്. അച്യുതാനന്ദൻ, നടേശ നിങ്ങൾ ഈ പറയുന്നതൊന്നും ശരിയല്ല എന്ന് വെള്ളാപ്പള്ളി നടേശനെ വിളിച്ച് ഓപ്പണായിട്ട് വേദിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു സംഗതി കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. ഈ പറയുന്ന രീതിയിൽ വി.എസിനെ മുസ്ലിങ്ങൾക്ക് എതിരെന്ന് പറയുന്ന രീതിയിൽ വരെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് വന്നു. ശ്രദ്ധിച്ചായിരുന്നു? അതൊക്കെ ഒരു വെറുതെ പറഞ്ഞതാണ്. മലയാളത്തിലെ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകൻ എം.ബി. ബഷീർ അതിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. എം.ബി. ബഷീർ പറഞ്ഞു ഒരിക്കലും വി.എസ്. അങ്ങനെ ആയിരുന്നില്ല. വി.എസ്. എന്ന് പറയുന്നത് സച്ചാർ കമ്മിറ്റിയൊക്കെ വി.എസിൻ്റെ ഭരണകാലത്താണ് അത് പൊന്തി വന്നത്. ഓർമ്മയില്ലേ? പാലളി മുഹമ്മദ് കുട്ടി അന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി പാലളി മുഹമ്മദ് കുട്ടിയെ ഏർപ്പെടുത്തി ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തതാണ്. ഒരിക്കലും വി.എസിനെയൊന്നും അങ്ങനെ പറയാൻ പാടില്ല. വി.എസിനെയും ഇവരത് പറഞ്ഞു അല്ലേ? എന്നിട്ട് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് SNDPക്ക് വേണ്ടിയും SNDP സമുദായം സ്കൂൾ അനുവദിക്കുമ്പോൾ SNDPക്ക് അനുവദിക്കുന്നില്ല, ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിന് അനുവദിക്കുന്നത് മലപ്പുറത്താണ് കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരാമർശങ്ങളാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. വി.ഡി. സതീശനെയൊക്കെ പച്ചയ്ക്ക് തെറി പറയുക. വി.ഡി. സതീശനൊക്കെ എന്താ പറയുന്നത്? വി.ഡി. സതീശനെ പോലെ ഇത്രയും ഒരു പോക്കരിയില്ല എന്നൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിനെ പറയാം. അദ്ദേഹത്തിന് ഈഴവരോട് ദേഷ്യമാണ്, അദ്ദേഹം ഭയങ്കര ജാതി വെറിയുടെ ആളാണ് എന്നൊക്കെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സാമുദായിക നേതാവ്, അദ്ദേഹത്തിന് 82 വയസ്സോ 85 വയസ്സോ എങ്ങാണ്ടായി, ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു വശത്തോടെ പറയുന്നു SNDPക്കാരെ വേണ്ട, SNDP പ്രീണനം ആർക്കും ഇല്ല. പിന്നെ മറ്റൊരു ഭാഗത്ത് ഒരു അച്ഛൻ പറയുന്നു അല്ലേ,
അവരുടെ സഭ നടത്തുന്ന സ്കൂളുകൾ, ആശുപത്രികൾ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്നിട്ടും കുട്ടികൾ പുറത്തു പോകാന്ന് എടുത്ത് പറയുന്നുണ്ട്. ഈ പാമ്പളാനി അച്ഛൻ പറയുന്നുണ്ട്, നമ്മുടെ സ്കൂളുകളുണ്ട് ഇവിടെ, നമ്മുടെ കുട്ടികൾ ഇവിടെ, എന്നിട്ട് അവിടെ കുട്ടികളില്ല, എന്നിട്ട് അവിടെ ഇല്ലാതെ കുട്ടികളെല്ലാം പുറത്തു പോകുന്നു, നമ്മുടെ കുട്ടികൾ എന്തിനിങ്ങനെ പുറത്തു പോകണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിലിപ്പോൾ ഒരു വസ്തുത നോക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ, മീര അല്പം മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയം ഇപ്പം ഈ കിമ്മിന്റെ അല്ല, അതുപോലെ തന്നെ സാമ്പത്തികവും ഒരു പ്രശ്നം തന്നെ. തീർച്ചയായിട്ടും ഇന്നത്തെ ജീവിത സാഹചര്യം മുഴുവൻ മാറി. ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ആർക്കും ഇല്ല. അല്ല, ഇവിടുത്തെ പാരാമെഡിക്കൽ, നമ്മുടെ മറ്റ് പാരാ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഫീസിൻ്റെ വ്യവസ്ഥ, ഇപ്പോൾ ഗോകുലത്തിൽ ഒരു മെഡിക്കൽ സീറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചോളൂ, എത്ര ലക്ഷം രൂപയാണ് ആകുന്നത്? അതിൻ്റെ ഒരു പകുതി, എത്രയെങ്കിലും ശതമാനം കുറവുണ്ട് വിദേശത്ത് ഒരു കുട്ടി പഠിക്കാൻ പോകുന്നതിനാകുന്നത്. വിദേശത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഗോകുലത്തിനേക്കാളും കാശ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ കണ്ട ബാംഗ്ലൂരും അവിടെ ഹൈദരാബാദിലും ഒക്കെ തന്നെ മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് കുട്ടികൾ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അറിയില്ല. ഇന്ത്യ മഹാരാജ്യത്തെ ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള മെഡിക്കൽ കോളേജുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നടക്കാൻ പാടില്ലാത്ത ആ സ്ഥാനത്ത് കടൽ കിടന്ന് നമ്മുടെ കുട്ടികൾ പോകുന്നിടത്ത് കുറേ കൂടെ സെക്യൂരിറ്റി ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പല കാര്യങ്ങളിലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ വിട്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ വിട്ട്, ഇന്ത്യ മഹാരാജ്യത്തിലെ യൂണിവേഴ്സിറ്റികൾ വിട്ട് ഇന്ത്യക്ക് പുറത്ത് പോകുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ ഈ പറയുന്ന പോലെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം എത്തിക്കേണ്ടടുത്ത് അവർ എത്തത്തക്ക രീതിയിൽ അവർ എത്തിക്കണം, അവർ പറയണം. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇപ്പോൾ പറയുന്ന മീര തന്നെ പറഞ്ഞു, എന്തോരം ഫീസെന്നറിയോ അവർക്കെല്ലാം ആകുന്നത്, എന്തോരം ഫീസാണ് ആകുന്നത്. അത് വിദേശത്ത് കൊടുത്താൽ അവരങ്ങ് പഠിച്ചോളും, കുറേ കൂടെ സേഫാണ്, അവർ സമാധാന അന്തരീക്ഷമുണ്ട്, ഇവിടുത്തെ കലുഷിത അന്തരീക്ഷമില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയം വരും. പിന്നെ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ചെറുപ്പക്കാരെ. ഇന്നിപ്പോൾ പല കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്, ഈ ക്രിസ്ത്യൻ സമുദായത്തിലൊക്കെ 32 കഴിഞ്ഞവരും 35 കഴിഞ്ഞവരും ഒക്കെ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ കാണുന്നത് പലതും അവന് കല്യാണം കഴിക്കാൻ തോന്നാത്തത് കൊണ്ടാണ്. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ കണ്ടിട്ട് അവന് പേടിയാകുന്നു. അവൻ്റെ പെങ്ങളെ ഒരുത്തിയെ കെട്ടിച്ച് വിട്ടിട്ട് അവൾ വന്ന് വീട്ടിൽ നിൽക്കുന്നു. അവൾ പറയുന്നു എനിക്ക് സമാധാനമില്ല, അങ്ങനെ ഇങ്ങനെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാ അച്ഛോ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചെന്ന് ചില അച്ഛന്മാർ. ഇന്നലെ ഞാൻ ഏതോ ഒരു വീഡിയോയിലൊക്കെ ഈ അച്ഛനും പറഞ്ഞു 40 വയസ്സിൽ വിവാഹം കഴിക്കാത്ത ഒരാൾ പറഞ്ഞു എന്ന്. അത് പണ്ട് അച്ഛനും അമ്മയും നോക്കട്ടെ, അതായത് മാതാപിതാക്കളെ ഇപ്പൊ അങ്ങ് വിട്ടിട്ട് അവര് നടത്തി തരാൻ കാത്തിരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് 18 വയസ്സാകുമ്പോഴേക്ക് പ്രണയിക്കുക, 25 വയസ്സാകുമ്പോഴുള്ളിൽ കല്യാണം കഴിക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ സംസാരം തന്നെയാണ് ഞാൻ കേട്ടെന്നാ തോന്നുന്നത്. അതെ, അതിലുണ്ട് 40 വയസ്സ്. നമ്മൾ തന്നെ അവര് തന്നെ അച്ഛനമ്മമാരെയൊക്കെ വിട്ടിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ പ്രണയിക്കൂ, എന്നിട്ട് നിങ്ങൾ തന്നെ 25 വയസ്സിൽ അച്ഛനോടും അമ്മയോടും ഞാനത് ഒരു പെണ്ണിനെ പ്രണയിക്കുന്നു, കല്യാണം കഴിച്ചു തരണം എന്ന് പറയണം എന്നാണ്. അത് ഈ പറയുന്ന രീതിയിൽ സ്വന്തം പെങ്ങളെ കെട്ടിച്ചു വിട്ടിട്ട് 40 വയസ്സിൽ എനിക്ക് കെട്ടണ്ടേ, ഇതൊക്കെ കണ്ട് എനിക്ക് പേടിയാവണേ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിയെന്നാണ് പറയുന്നത്. അല്ല, അതും മറ്റൊരു വശമാണ്. അല്ല ചേട്ടാ, ഇതിൽ നമ്മൾ പറയുന്നത് പ്രണയിക്കേണ്ട എന്നല്ല. ഈ പ്രായത്തിൽ വിവാഹം കഴിക്കേണ്ട, സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ തെറ്റില്ല, അതാണ് സത്യം. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കണം, 25 വയസ്സിലാണെങ്കിൽ 25 വയസ്സിൽ കല്യാണം കഴിക്കുന്നത് തെറ്റല്ല. പക്ഷെ പറയുന്നത് സമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തുന്ന രീതിയും കൂടെ ആലോചിക്കണം. അത് പിന്നീട് പറയുന്ന കാര്യങ്ങൾ, ഇതൊന്നും ഒരു തെറ്റല്ല. പിന്നീട് ഒരു രാഷ്ട്രീയം അച്ഛൻ പറഞ്ഞു, അവിടെയാണ് വിഷയം വരുന്നത്. ഒരു അതായത് പ്രൊഡക്ഷൻ, നമ്മുടെ വെള്ളപ്പള്ളി പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ ആണ്. അതിനെ തിരിച്ച് മറുത്തും മറുപടി വന്നു അവരുടെ മുസ്ലിം സമുദായത്തിൽ നിന്ന്. അത് അവരുടെ ആണുങ്ങളുടെ കഴിവാണ്, നിങ്ങൾക്ക് കഴിവില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന്. ഇങ്ങനെയുള്ള വിവരം കെട്ട വർത്താനമൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് ഈ പറയുന്ന പോലെ അത് ഈ അച്ഛൻ തന്നെ അതിന് പറഞ്ഞു, പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അംഗസംഖ്യ കുറയുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഈ പറയുന്ന 25 വയസ്സിൽ വിവാഹം കഴിക്കുന്ന പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഞാൻ 25 വയസ്സിൽ വിവാഹം കഴിച്ച ഒരാളാണ്. 25-ാമത്തെ വയസ്സിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. അന്ന് അതിനുള്ള സാമ്പത്തികവും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സാഹചര്യങ്ങളും മറ്റ് എനിക്ക് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അച്ഛൻ ഈ പറയുന്ന കാര്യം, നമ്മൾ പറഞ്ഞ 40 വയസ്സുകാരൻ പെങ്ങളെ അച്ഛൻ്റെ വിഷമം പറയുമ്പോൾ ഇതും അച്ഛൻ കേൾക്കുന്നു, അതും അതിനകത്ത് അച്ഛൻ മറുപടി പറയുന്നു. ഇത്തരത്തിൽ 18 വയസ്സിൽ പ്രണയിക്കുക, 25-ാം വയസ്സിൽ വിവാഹം കഴിക്കുക, കുഞ്ഞുങ്ങൾ വേണം, നമുക്ക് ഇവിടെ തന്നെ എല്ലാവരും താമസിക്കണം എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ അതിനകത്ത് സ്വാർത്ഥത അങ്ങനെയുള്ള വശങ്ങളുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ഒരു സംസാരം നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്തൂടെ അച്ഛൻ പറയുന്നത് അതും ഒരു സ്വാർത്ഥതയാണ്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മറ്റൊരു സ്വാർത്ഥതയാണ്, അല്ലേ? കാലം കുറെ മുന്നോട്ട് പോയി എന്നേ ഉള്ളൂ. പക്ഷെ ചിന്താഗതിയിലൊന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല, രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും.